എല്ലാവരും ക്രിസ്മസിന്റെ പർച്ചേസിങ്ങിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആട്ടോ. നമ്മുടെ വാട്സാപ്പിന്റെ അകത്തേക്ക് മെസ്സേജസ് പണ്ട് നമ്മൾ വെബ്സൈറ്റ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നത്തെ അതേ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ക്രിസ്മസിന്റെ ഓർഡേഴ്സും അത് കഴിഞ്ഞിട്ടുള്ള കോഡ് സെറ്റിന്റെ ഓർഡേഴ്സും എല്ലാം കൂടെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ചില പ്രൊഡക്റ്റുകൾ ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെയാണ് വെബ്സൈറ്റിൽ തന്നെ സോൾഡ് ഔട്ട് ആകും. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യുക. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബൾക്ക് ഓർഡേഴ്സിന് വേണ്ടിയിട്ടോ. ഇനി അതല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ അറിയത്തില്ലാത്തവരോ ഒക്കെ മാക്സിമം വാട്സാപ്പ് യൂസ് ചെയ്യുക കേട്ടോ. അല്ലാത്തവരൊക്കെ ഫുൾ വെബ്സൈറ്റിൽ തന്നെ കയറി പർച്ചേസ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് നമ്മുടേത്. എത്ര മീൻസ് ജസ്റ്റ് ഒരു ബേസിക് ഇത് അറിയാവുന്ന എല്ലാവർക്കും തന്നെ ഓർഡർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സാണ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് എല്ലാ ഇതും കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. നമ്മുടെ ഒരു പ്രീ ബുക്കിങ്ങിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ്, റെഡ് ഫോറസ്റ്റ്, ബ്ലൂ ഫോറസ്റ്റ്, അത് മൂന്നും നമുക്ക് അത്രയും നമ്മൾ പ്രീ ബുക്കിങ്ങിലേക്ക് എടുത്തിട്ട് അത്രയും ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ നമുക്ക് കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. ഒരു 1 വീക്ക് കൂടെ ടൈം എടുക്കും കേട്ടോ. ഇപ്പോൾ അത് ഡിസ്പാച്ച് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ അത് നമുക്കൊരു 1 വീക്ക് ഡിലേ വന്നിട്ടുണ്ട്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫാബ്രിക് ഒക്കെ നമുക്ക് ജയ്പൂരിൽ നിന്ന് വരേണ്ടതായിരുന്നു. ആ ഒരു പ്രൊഡക്ഷനൊക്കെ ഡിലേ ആയതെന്ന് വെച്ചാൽ അവിടെ ദീപാവലിയുടെ ഹോളിഡേസിനൊക്കെ പോയ അവിടുത്തെ വർക്കേഴ്സിനൊക്കെ നോർത്ത് സ്റ്റേറ്റ്സിൽ എല്ലായിടത്തും തന്നെ ഇലക്ഷനൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും വരാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ഡിലേ ആയി. അപ്പോൾ ഫാബ്രിക്കിലും മില്ലുകളിലും അവിടെ തന്നെ നമുക്ക് പ്രൊഡക്ഷനൊക്കെ ഡിലേ ആയപ്പോഴത്തേനും അത് മൊത്തത്തിലുള്ള പ്രൊഡക്ഷനെ ബാധിച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 3 പീസ് സെറ്റ്, മീൻസ് അനാർക്കലി 3 പീസ് സെറ്റ് ആയിരുന്നു. അത് നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ആ വെയിറ്റ് ചെയ്തതിനുള്ള ഒരു വർത്ത് ഫോർ മണി ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിയുമ്പോൾ ആ ഒരു വിഷമവും സങ്കടമൊക്കെ മാറും കേട്ടോ. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. നെക്സ്റ്റ് വീക്ക് നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും.